നമ്മളിപ്പോൾ പുഴയിലേക്ക് പോവാന്ന്. നമ്മൾ ആദ്യം എളുപ്പത്തിൽ ഇറങ്ങാൻ പറ്റുന്ന വഴി ഇപ്പോൾ നശിച്ചുപോയി. പുതിയ വഴി തേടി അങ്ങനെ നടന്നു പോവാന്ന്. ഇത് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വെള്ളം വന്ന് മറയുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് വലിയൊരു ഗർത്തം പോലെയായത്. അതിശക്തമായിട്ടാണ് മഴക്കാലത്ത് ഇതിലൂടെ വെള്ളം വന്ന് മറയുക. ഇവിടെയൊന്നും കാണാനേ പറ്റില്ല, അത്രയും ഇതായിട്ടുള്ള. നമ്മൾ പുഴയിലെത്തിക്കഴിഞ്ഞു. പുഴേൻ്റെ നടുവിലുള്ള ഒരു ഭാഗം, ആദ്യം ഇതിലൂടെയൊക്കെ വെള്ളം ഒഴുകുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു കുറേ കുറ്റിച്ചെടികളൊക്കെ ഉണ്ടായിരുന്ന ഇടത്ത് ഇപ്പോൾ വലിയൊരു കുറേ മരങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. പുഴേൻ്റെ ഒഴുക്കൊക്കെ മാറി, ഗതി മാറി. ഇവിടെയൊക്കെ മഴക്കാലത്ത് വെള്ളം കയറി ഈ കുറ്റിച്ചെടികളുടെ മുകളിലൊക്കെ ഒരുപാട് ചപ്പ് ചവറുകൾ വന്നടിഞ്ഞിട്ടുണ്ട്. അത്രയും വെള്ളം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ വലിയൊരു കാട് പോലെയാണ്. ഇത് പുഴയുടെ നടുവാണ്. ഇങ്ങനെയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഈ ഇലയുണ്ടല്ലോ, നമ്മൾ പണ്ട് കാലത്ത് പലകയും ബെഞ്ച്, ഡെസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തേച്ച് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നതാണ്. നല്ല നീറ്റ് ഉണ്ടാവും കാണാനായിട്ട്. പാറോത്തില എന്ന് പറയും. ഇതൊക്കെ പുഴയിൽ ഉണ്ടാവുന്ന, സാധാരണയായിട്ട് ഉണ്ടാവുന്ന ചെടികളാണ്. കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കിത് ചൊറിയും. ഇത് ഏറ്റവും കൂടുതൽ ഈ പുഴയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഭയങ്കര മുള്ളാണ് ഇതിനുണ്ടാവുക. ഇത് കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ എന്തായാലും മുള്ള് തടിക്കുന്ന ഉറപ്പാണ്. ഇതിന് നമ്മൾ അമ്മമ്മയെല്ലാം പറയുന്നത് ചീക്കയും വള്ളി എന്നാണ്. ഇതിൻ്റെ ശരിയായ പേരെന്താണെന്ന്, ശാസ്ത്രീയമായിട്ടുള്ള നാമൊന്നും നമ്മൾക്കറിയില്ല. ഇത് ഫുള്ളൊരു കാടായിട്ടാണുള്ളത്, വലിയ മരമായിട്ടുണ്ട്. ഇത് നമ്മളെ സല്ലാപം സിനിമയിൽ അധികവും കാണുന്ന എന്താ പറയുക, ആ ഒരു ചെടിയിലെ അതാണ്. ഇപ്പോൾ ഇതിൻ്റെ മേലെ കാണിച്ചു തരാനായിട്ട് ഒന്ന് മാത്രമേ ഉണ്ടാവൂ. ഇത് എന്നോടൊപ്പം വന്നിട്ടുള്ള എൻ്റെ സഹയാത്രികർ, അനിയത്തിയും മോളും വെള്ളം കണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും അവരോടൊപ്പം ചേരാൻ പോവുകയാണ്. ഇത് ഒരു മരം, പുളിഞ്ചക്ക ഉണ്ടാകുന്ന മരമാണ്. ഇതിൻ്റെ മുകളിൽ ഒരുപാട് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ഇത് തിന്നാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ മേലെ നിറയെ കായ്കളാണ്. ഇപ്പോൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാടുണ്ട്, നിറയെ ഉണ്ട്. താഴെയുള്ള ഒരു കൊമ്പിൽ ഞാൻ പിടിച്ചതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കായ് ഉണ്ടാവുക. ഇത് കുറച്ച് നല്ല വലുതാവും. ഇതേപോലെയാണ് ഇപ്പോൾ ഉള്ളത്. ചെറുതാണെല്ലാം, ചള്ളാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് രണ്ടെണ്ണം ഞാൻ പറിച്ച് യേശുവിൻ്റെ കയ്യിൽ വെച്ചതാണ്. അവൾക്കിത് കാണണം എന്ന് പറഞ്ഞിട്ട്. ഇത് കുറച്ച് നല്ലോണം വലുതാവും. അപ്പോൾ ഞാൻ തൽക്കാലം അവൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഇവിടെയൊക്കെ പുഴയിൽ കുറേ ഭാഗങ്ങളിൽ മണ്ണ് കൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഒഴുക്കില്ലാണ്ടായിട്ടുണ്ട്. കുറേ ഭാഗങ്ങളിൽ നന്നായിട്ട് മഴ പെയ്താൽ മാത്രമേ ഇനി ഒഴുക്കുണ്ടാവും. പുഴ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. മൊത്തം എന്താ പറയുക, കാലം ഒരു മലവെള്ളപ്പാച്ചിൽ വരുന്ന സമയത്ത് മൊത്തം മാറിയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം നല്ല മഴയുണ്ടാവുന്ന സമയത്ത് മരം കടപുഴകി പുഴയിലേക്ക് തന്നെ വീണ് അതിനകത്ത് ഒരുപാട് ദൂരെ നിന്ന് വരുന്ന എന്താ പറയുക, ചപ്പ് ചവറുകളും വിറകും അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ വന്ന് ഇതിൻ്റെ മുകളിൽ തടഞ്ഞു നിന്നിട്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒന്നായിരുന്നു എൻ്റെ അമ്മ വീട്ടിൽ. എനിക്ക് താമസിക്കാൻ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയിരുന്നത് ഈ പുഴയാണ്. കാരണം ഞങ്ങൾ ചെറുപ്പത്തിൽ 6 പേരും ഈ പുഴയിൽ ഒന്നിച്ചിട്ട് വൈകുന്നേരം കുളിക്കാൻ വരുമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 1-1.5 കുളിയായിരുന്നു. 4 മണിക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അമ്മമാർ അലക്കും. ആ സമയം നമ്മൾ പുഴയിൽ അർമാദിക്കും. അവർ വീട്ടിൽ നിന്ന് അമ്മമ്മേൻ്റെ വിളി ഉണ്ടായാൽ മാത്രമേ എല്ലാവരും തിരിച്ചു പോകും.
അത്ര വരെയും ഞങ്ങളൊക്കെ പുഴയിൽ കുറേ നേരം കുളിച്ച് കണ്ണൊക്കെ ചുവക്കുമായിരുന്നു എല്ലാവർക്കും. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നെനിക്ക് പുഴയിൽ കുറച്ച് നേരം നടക്കാനായിട്ടും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടും പറ്റിയിട്ടുള്ളത്. കുറേ ഓർമ്മകളുണ്ട് കേട്ടോ ഈ പുഴയിൽ. ആദ്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളെ ചെറുപ്പത്തിൽ അമ്മമ്മയും അമ്മയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന 2 ആൾക്കാരുണ്ടായിരുന്നു. അതിലൊന്ന് ഇന്ദുപ്പ എന്നൊരാളായിരുന്നു. അയാൾ ആഴ്ചയിൽ ഒരു ദിവസം, അധികവും വെള്ളിയാഴ്ച അവർ പള്ളിയിൽ പോകുന്ന ഒരു ദിവസമായിരുന്നു. അയാളുടെ വീട് മെരുമ്പായി ആ ഭാഗത്താണെന്ന് തോന്നുന്നു, അതാണ് എൻ്റെ ഓർമ്മ. അയാളെ ഞങ്ങൾക്ക് ഭയമായിരുന്നു. എപ്പോഴും ആഴ്ചയിൽ ഒരു തവണ അയാൾ വന്നു കഴിഞ്ഞാൽ നഖം മുറിക്കൽ, അലക്ക്, കുളി ഒക്കെ കഴിഞ്ഞ് മണിക്കൂറുകളോളം പുഴയിലുണ്ടാവും. ഏകദേശം ഉച്ച സമയത്ത് പള്ളിയിൽ പോകേണ്ട സമയമാകുന്ന സമയത്താണ് അയാൾ തിരിച്ചു പോവുക. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പുഴയിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മ, ഇപ്പോൾ ഓർക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു, അമ്മമ്മ അയാളുണ്ടാവും, അയാൾ പിടിച്ചുകൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പുഴയിൽ വരുന്നതിനെ തടയുമായിരുന്നു. ഒന്നാമത്തെ ആൾ അപ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഇന്ദുപ്പയാണ്. അയാൾ ശരിക്കും പാവമായിരുന്നു ഇരിക്കുമെന്ന് ഇപ്പോൾ തോന്നുന്നു. ഈ ഒരു സമയത്ത് അതൊക്കെ മരിച്ചിട്ടുണ്ടാവും. കുറേ മുന്നിലേ പറയുന്ന കേട്ടു അയാൾ മരിച്ചു എന്ന്. ഇവിടെ കുറച്ചൊരൊഴുക്ക് കാണുന്നുണ്ട്, ബാക്കി എല്ലായിടത്തും കെട്ടി കിടക്കാണ് വെള്ളം. ഈ വെള്ളത്തിൽ അപൂർവമായിട്ടുള്ള ചില പക്ഷികളെയൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. അവരൊക്കെ മത്സ്യം തേടി പുഴയെ ആശ്രയിച്ച് കഴിയുന്ന ജീവികളായിരിക്കാം. പുഴ കുറേ മാറ്റം വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. കാരണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ ഭാഗത്തൊക്കെ നല്ല വീതിയിൽ ഒഴുകിക്കൊണ്ടിരുന്ന പുഴയാണ്. കുറേയിടത്ത് മൺകൂന പോലെയായിട്ടുണ്ട്. ആദ്യം ഇവിടെ കുറേ ആൾക്കാർ പൂഴിയൊക്കെ എടുക്കുമായിരുന്നു, വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനൊക്കെ. പിന്നീട് പഞ്ചായത്ത് അത് നിരോധിച്ചതിന് ശേഷമാണ് പൂഴിവാരലൊക്കെ ഒഴിവായിട്ടുള്ളത്. എന്തായാലും പുഴ കുറേ മാറിയിട്ടുണ്ട്. കാലം ഒക്കെ മാറ്റുന്നത് പോലെ ഈ പുഴയും മാറിയിട്ടുണ്ട്. പിന്നെ ഈ പുഴയിൽ മറക്കാൻ പറ്റാത്ത ഒരാളുണ്ടായിരുന്നു എനിക്ക്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യൻ. പപ്പു എന്നാണ് പേര്. ഞങ്ങളൊക്കെ പപ്പുവേട്ടൻ എന്നാണ് വിളിക്കുന്നത്. പപ്പുവേട്ടന് എന്താണ് പ്രത്യേകത എന്നറിയോ? മിലിറ്ററിക്കാരനായിരുന്നു. അമ്മയോടുള്ള സ്നേഹം മൂത്ത് മിലിറ്ററി ജോലിയൊക്കെ ഒഴിവാക്കി നാട്ടിൽ വന്നു. മിലിറ്ററി ജോലി ഒഴിവാക്കിയ സമയത്ത് ഭാര്യയും മക്കളും അയാളെ കൈവിട്ടു. അങ്ങനെ രണ്ടാളും രണ്ട് വഴിക്കെന്ന് പറഞ്ഞ പോലെ അയാൾ അമ്മയുടെ കൂടെ ഞങ്ങളുടെ അക്കരെ ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത്. വെള്ളം അടിച്ച് രാത്രിയൊക്കെ ആകുന്ന സമയത്ത് ഉറക്കെ വിളിക്കുമായിരുന്നു അമ്മയെന്ന്. ആ വിളീൻ്റെ അലയൊലി ഈ പുഴയിൽ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പിന്നെ രാത്രി കാലങ്ങളിൽ കയ്യിൽ ക്യാഷ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത്, അതായത് മിലിറ്ററി ജോലി ഒഴിവാക്കിയത് കൊണ്ട് തന്നെ അയാൾക്ക് വലിയ വരുമാന മാർഗ്ഗമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, തേങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില വീടുകളിൽ നിന്ന് മോഷണം പോകുമായിരുന്നു. അത് ഇയാളായിരുന്നു എന്ന് ചില ആൾക്കാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കള്ളൻ എന്നുള്ള ആ ഒരു പേരും കൂടി അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. സത്യമോ എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങളന്ന് വളരെ ചെറിയ കുട്ടികളായിരുന്നു. പക്ഷേ ഭയപ്പെട്ടിരുന്നു ഞങ്ങൾ അയാളെ. രാത്രി കാലങ്ങളിൽ ഞങ്ങളെ പകല് കുരുത്തക്കെട്ടുകൾ കാട്ടുന്ന കുട്ടികളെ രാത്രി പപ്പുവിന് കൊടുക്കുന്നുള്ള രീതിയിൽ അമ്മമ്മ നമ്മളെ ഭയപ്പെടുത്തിയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കുറേ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് കുറേ വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും പുഴയിൽ കുറേ നേരം നടന്നു. ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു.
ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നമ്മൾ സമ്പാദിച്ചു വെച്ചതോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കുറേ ഓർമ്മകളാവും പ്രായമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷം. അതോടൊപ്പം കുഞ്ഞു സങ്കടവുമായിട്ട് നൊസ്റ്റാൾജിയ എന്ന ഒരു ഓമന പേരിട്ട് എല്ലാവരും അതിനെ വിളിക്കും. ഇഷു ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. അവൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല. എനിക്കും അതേ. ലൈഫിൽ കിട്ടുന്ന ഒരു എന്താ പറയുക അപൂർവ നിമിഷമായിരുന്നു ഇത്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി. വെള്ളത്തിലൊന്നും ഇറങ്ങാണ്ട് ഒരാളെ മുമ്പിൽ നടക്കുന്നുണ്ട്. ഞാനും ഇഷും നന്നായി ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങൾ പുഴയിലെ തുള്ളിച്ചാട്ടമൊക്കെ മതിയാക്കി, കുളിയും കളിയും ഒക്കെ മതിയാക്കി വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീണ്ടും ദൈവത്തിന് നന്ദി. അങ്ങനെ ഞങ്ങൾ പുഴയിലെ തുള്ളിച്ചാട്ടമൊക്കെ മതിയാക്കി, കുളിയും കളിയും ഒക്കെ മതിയാക്കി വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീണ്ടും ദൈവത്തിന് നന്ദി. ഇവിടെ വെള്ളത്തിൽ ഒരു കുഞ്ഞു കുടുക്ക കാണാൻ പറ്റും. ഇത് ഈ നാട്ടിലൊരു ചടങ്ങുണ്ട്. ഹിന്ദു കുടുംബങ്ങളിൽ മരിച്ചു കഴിഞ്ഞാൽ ചിതാഭസ്മം പുഴയിൽ ഒഴുക്കുന്നു എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുടുക്കയാണ്, ഉറപ്പാണ്. പക്ഷേ നമ്മൾ ഒരു ആചാരപ്രകാരം ആ കുടുക്ക നമ്മൾ സ്പർശിക്കാൻ പാടില്ല എന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് തൊടാനേ പോയില്ല. പുഴയോട് ചേർന്നിട്ടുള്ള ഈ ഒരു കരഭാഗമുണ്ട്. ഇതിൻ്റെ കുറച്ചപ്പുറത്ത് കൃഷിയൊക്കെ നടത്താറുണ്ട്. ഇത് എന്താ പറയുക പഞ്ചായത്തിൻ്റെ ഭൂമിയാണ്. ഇവിടെ ഇപ്പോൾ കുറേ മുളങ്കാടുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഓരോ മഴക്കാലത്തും ഒരുപാട് വെള്ളം മണ്ണും ഒക്കെ കയറുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ഫലഭൂയിഷ്ടിയുള്ള മണ്ണാവും ഇവിടെ ഉണ്ടാവാറ്. നല്ല രീതിയിൽ കൃഷി നടക്കാറുണ്ട്. കുറച്ച് അപ്പുറത്തോട്ടാണ് അതൊക്കെ. ഇത് പഞ്ചായത്തിൻ്റെ ഭൂമിയാണ്. അങ്ങനെ ഞങ്ങൾ വാഴത്തോട്ടമൊക്കെ കടന്ന് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പഞ്ചായത്തിൻ്റെ പച്ചത്തുരുത്ത് എന്നാണ് അറിയപ്പെടുന്നത് പൊതുവെ.